ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന ഒരു വഴിപാട് നാഗർക്ക് ചെയ്തു കഴിഞ്ഞാൽ സമ്പത്ത് കുമിഞ്ഞുകൂടും, അതോടൊപ്പം ശത്രു നിലം തൊടുകയില്ല. എന്ന് പറഞ്ഞാൽ ശത്രു ഇപ്പം നമ്മൾ പോരാടുന്നത് നമുക്ക് ദൃശ്യമായ നമ്മൾക്ക് കാണാവുന്ന ശത്രുക്കളുണ്ട്, നമുക്കെതിരെ പ്രവർത്തിക്കണം. അതുകൂടെ അദൃശ്യമായ പല ശക്തികളുണ്ട് ഈ പ്രപഞ്ചത്തിൽ. നമ്മൾ പോരാടുന്ന രണ്ട് തരം ശക്തികളോടാണ്. ഒന്ന് നമുക്ക് കാണാവുന്ന നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ. രണ്ട്, അദൃശ്യമായ പ്രപഞ്ചത്തിൽ കുറെ ശക്തികളുണ്ട്. ഇങ്ങനെ ഏത് ശത്രു ആണേലും നിലം തൊടത്തില്ല, നമുക്കെതിരെ പറക്കും. നമുക്കെതിരെ വരുന്ന ശത്രുക്കള് പറക്കും, ചലിക്കത്തില്ല. അങ്ങനെയുള്ള എന്ന് വെച്ചാൽ നമുക്കെതിരെ ഒന്നും ചെയ്യത്തില്ല. അവര് വന്ന വഴിയെ തിരിച്ച് പറക്കും, ശത്രു നിലം തൊടത്തില്ല. അതാണ്. പിന്നെ അതിനുള്ള ഒരു നാഗർക്കൊരു കാര്യം ചെയ്താൽ മതി. ഞാനിത് പറയുന്നത് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക, ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യമാണ്. രണ്ട്, സ്വർണ്ണ പണയം തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്വർണ്ണലക്ഷ്മിയുടെ ഒരു കാര്യം പറഞ്ഞുതരാം. മൂന്ന്, ഈ ക്ലെയിം എന്ന് പറഞ്ഞ വിദ്യ ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിച്ച്, ഞാൻ ക്ലെയിമിന്റെ പല വിദ്യകൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു പ്രത്യേക രീതിയിൽ ഞാൻ പറഞ്ഞത് ചെയ്ത് പണം നന്നായിട്ട് വരുന്നുണ്ട് എന്നെനിക്ക് ഒരാൾ മെസ്സേജ് ചെയ്തു. അപ്പം അയാൾ ചെയ്യുന്ന രീതിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, അതിലേത് രീതി അദ്ദേഹം ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും കൂടെ പറഞ്ഞു കൊടുക്കാം, അതുകൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ജീവിതം മറിയുന്ന അടിമുടി മാറുന്ന കാര്യങ്ങളാണ്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇന്നലത്തെ വീഡിയോ കൂടെ നിങ്ങൾ കാണാൻ ശ്രമിക്കണം. അതിൻ്റെ അകത്ത് ഞാൻ ശിവലിംഗം കാണിക്കുന്നുണ്ട് എൻ്റെ ഇവിടെ ഇരിക്കുന്നത്. ഭഗവാനെ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ കാണുക. ഇന്നത്തെ വീഡിയോ പറയുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. വീഡിയോ മുഴുവൻ കാണണം. നിങ്ങൾക്ക് ആരുടെയും പുറകെ നടക്കാതെ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നാഗർക്ക് ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ ഏത് തൊഴിൽ സ്തംഭനവും മാറും, ഈ സമ്പത്ത് കുമിഞ്ഞുകൂടും. ഏത് തടസ്സം, ഇപ്പം ഒരു ചിട്ടി അടിക്കണം, അങ്ങനെ ചെയ്തവർക്ക് ചിട്ടി അടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ചിട്ടി എല്ലാവർക്കും അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്കിലും ഒരു സാധ്യതയാണ്. പിന്നെ നിങ്ങളുടെ തൊഴിൽ ഉയർച്ചയ്ക്ക്, അല്ലെ തൊഴിൽ തടസ്സം, അല്ലെ തൊഴിലില്ല, അല്ലെങ്കിൽ കടങ്ങള്, എല്ലാത്തിനും ഈ ഒരു വിദ്യ ചെയ്യാം. പിന്നെ ശത്രുദോഷം നിലം തൊടത്തില്ല, ശത്രുക്കള് പറക്കും. അത് ദൃശ്യമായതാണേലും കൊള്ളാം, പ്രപഞ്ചത്തിലെ അദൃശ്യമായ ശക്തികളാണേലും കൊള്ളാം, ചലിക്കത്തില്ല. അതിൻ്റെ എല്ലാം കാര്യം പറഞ്ഞുതരാം. പിന്നെ ക്ലെയിമിൻ്റെ ധാരാളം പണം വന്ന ഒരാൾ, ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത അനുഭവത്തിൽ വന്ന, ഇന്ന് ഒരാൾ വാട്സപ്പ് ഇട്ടിട്ടുണ്ട് ഒരു ഞാൻ പറഞ്ഞ കാര്യം, അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. കാരണം അദ്ദേഹത്തിന് നല്ല മനസ്സുള്ളതുകൊണ്ടാണ് എന്നോട് ഈ വീഡിയോയിൽ എല്ലാവർക്കും കൂടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ തന്നെ നേരത്തെ പറഞ്ഞതാണ്, പലത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഏതാണെന്നുള്ളത് നിങ്ങൾക്കറിയത്തില്ല. അപ്പം ഞാൻ ആ ക്ലെയിമിൻ്റെ ആ പണം പേഴ്സി വെക്കുന്ന ഒരു ചെറിയ വിദ്യയുണ്ട്, സിമ്പിളാണ്. പണം ഒരുപാട് നിങ്ങളെ യഥേഷ്ടം വരും. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, സാധാരണക്കാരായവരുണ്ട്, ഓട്ടോ തൊഴിലാളികളുണ്ട്, അതുപോലെ ചെറിയ ബ്യൂട്ടി പാർലറ്, ചെറിയ തയ്യക്കടകള്, ചെറിയ സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്, തൊഴിലിടങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവരുണ്ട്, വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്, വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവരുമുണ്ട്. ഞാൻ ഇതെല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത്. പണം ഒരിക്കലും കയ്യിൽ നിന്ന് മാറത്തില്ല. ഇത് സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടും. നിങ്ങൾ ചെയ്യുക, വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷ ഹസ്തരേഖ ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കത് ചെയ്യുന്ന രീതി ഞാൻ പറയും. ആവശ്യമുള്ളവർ വാട്സപ്പ് ഇടുക, വിശകലനം ചെയ്യുക, രീതി പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയത്തുള്ളൂ. കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. ഇനിയും വിശദമായിട്ടെല്ലാം പറഞ്ഞുതരാം. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. അപ്പോൾ ഈ സ്വർണ്ണപ്പണയം തിരിച്ചെടുക്കാനൊക്കെ ഞാനീ പറഞ്ഞ സ്വർണ്ണലക്ഷ്മിയുടെ വിദ്യ ഉപകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വീഡിയോ നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു നഷ്ടമായിരിക്കും. പിന്നെ ഞാൻ തിരക്കിരിക്കുമ്പോൾ എന്നോട് ചോദിക്കുകയും ചെയ്യരുത്. എല്ലാവർക്കും സാറേ സ്വർണ്ണം ഇത്ര 2 ലക്ഷം ഉണ്ട്, 3 ലക്ഷം ഉണ്ട് ഇരിക്കുക, ബാങ്കിൽ ഇരിക്കുന്ന എത്ര നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ മെസ്സേജ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് വിദ്യ പറഞ്ഞു തരുന്നത്. ഇത് ചെയ്തവർക്ക് സ്വർണ്ണം തിരിച്ചെടുക്കാനും മക്കളെയൊക്കെ കല്യാണം നടത്താനും പറ്റിയിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തിക്കോണം, ഇടുമ്പം കണ്ടോണം. പിന്നെ ഞാൻ ഫ്രീ ആയിട്ടിരിക്കും, എനിക്ക് മെസ്സേജ് ചെയ്താൽ തിരക്കിരിക്കും, എനിക്ക് ഒന്നും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ആ കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തിക്കോണം, അല്ലെങ്കിൽ എഴുതി വെച്ചോണം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നാഗർക്ക് ഞാനീ പറയുന്ന ഒരു കാര്യം ചെയ്താൽ തൊഴിൽ തടസ്സങ്ങളും മാറിക്കിട്ടും. നമുക്കെതിരെ വരുന്ന ഏത് ശത്രുദോഷങ്ങളും
ദൃശ്യമായതും അദൃശ്യമായതും. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ദുഷ്ടശക്തികളുണ്ട്, നെഗറ്റീവ് ശക്തികളുണ്ട്, അതുപോലെ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഏതുതരം പ്രവർത്തനങ്ങളെയും നിശ്ചലമാക്കി നമുക്ക് നമുക്ക് വേണ്ടതെല്ലാം നേടിത്തരും. പിന്നെ സമ്പത്ത് കുമിഞ്ഞു കൂടും. അങ്ങനെയുള്ളൊരു കാര്യമാണ്. എന്തിനും പെട്ടെന്ന് മാറ്റം വരും എന്നുള്ളതാണ്, പെട്ടെന്ന് ചേഞ്ച് ആകും എന്നുള്ളതാണ്. പെട്ടെന്ന് മാറ്റം വരും. പിന്നെ നമുക്കൊരു ചിട്ടിയൊക്കെ അടിക്കണം. ഇപ്പം നമ്മൾ ഈ നാഗർക്ക് ഇത് ചെയ്ത് നോക്കുക. ചിലർക്ക് അടിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ എല്ലാവർക്കും അടിക്കണമെന്നില്ല. കാരണം നമ്മളെക്കാളും ഭാഗ്യമുള്ളവരോ അല്ലെ കൂടുതൽ ഈശ്വരാധീനം ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ അടിച്ചെന്നിരിക്കും. പക്ഷെ നമുക്കത് ഇത് ചെയ്തവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ലോണിന്റെ തടസ്സങ്ങൾ മാറാൻ, വിദേശവാസത്തിന് തടസ്സങ്ങൾ മാറാൻ, പ്രൊമോഷൻ കിട്ടുന്നില്ല, ആ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി, അതുപോലെ തന്നെ ഏതൊരു സാമ്പത്തികമായ ബ്ലോക്കും മാറിക്കിട്ടുവാൻ, ജോലി തടസ്സം അല്ലെങ്കിൽ പുതിയ ജോലിക്ക് നോക്കിയിട്ട് ഒരു ജോലി മാറ്റം നടക്കുന്നില്ല, അതിനു വേണ്ടി. പിന്നെ ഈ എത്രയോ വർഷങ്ങളായി ചെറിയ ചെറിയ കടകളിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ അനുഭവിച്ച് ഞാനും നിന്നിട്ടുള്ള ആളായതുകൊണ്ട് പറഞ്ഞത്, അതൊരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. വർഷങ്ങളായിട്ടൊരു കടയിൽ തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പം നമുക്ക് അവിടെ നിന്ന് മാറാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്തുകൊണ്ടാണ്? നമുക്ക് ലോൺ കാണും, അല്ലെ കടം കാണും. അതുകൊണ്ട് നമുക്ക് കടയിൽ നിന്ന് അല്ലെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു വരുമാന മാർഗം ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പം വർഷങ്ങളായിട്ട് ഒരു കടയിൽ ജോലിക്ക് നിൽക്കുക, നമുക്ക് മാറാൻ പറ്റത്തില്ല. അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്, ഒരു സ്വാതന്ത്ര്യമില്ല. അപ്പം നമുക്ക് അങ്ങനെയുള്ളവർക്ക് ഒന്നുകിൽ നല്ല മെച്ചമായിട്ടൊരു ജോലിയിലേക്ക് കയറാൻ, അല്ലെ പുതിയൊരു വരുമാനത്തിനുള്ള കാര്യം കിട്ടാൻ, ജീവിതം രക്ഷപ്പെടാനുള്ള ഒരു വഴി കിട്ടാൻ നാഗർക്ക് ഈ വഴിപാട് ചെയ്താൽ മതി. കാരണം ഈ കടയിലൊക്കെ വർഷങ്ങളായിട്ട് നിൽക്കുന്നവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. കാരണം ഞാൻ 10-12 വർഷത്തോളം ഞാൻ അങ്ങനെ നിന്നാണ്. ഒരു പ്രാവശ്യം ഞാൻ ഈ കമ്പ്യൂട്ടറിന്റെ കടയിൽ ഒരു 8 വർഷം നിന്നു. ആ സമയത്ത് എന്നും ഒരേ ജോലി തന്നെ, ദാരിദ്ര്യമൊട്ട് മാറുന്നുമില്ല. പിന്നെ അയൽക്കൂട്ടത്തിൽ ലോണുണ്ട്, അത് കൊടുക്കണം. പിന്നെ വീട്ടിലെ കാര്യങ്ങളുണ്ട്, അതിനുള്ള വരുമാനവുമില്ല. പിന്നെ രാവിലെ 9 മണിക്ക് കയറിയ വൈകിട്ട് ചിലപ്പോൾ 6 മണി 7 മണി, ചിലപ്പോൾ അതിന് താമസിക്കും. ഇങ്ങനെ ഒരു ജോലിയാണ്. പക്ഷെ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ലാതെ എത്രയോ വർഷങ്ങൾ, ഒരു 8 വർഷത്തോളം ഞാൻ അങ്ങനെ നിരന്തരം ജോലി ചെയ്ത്. അപ്പോഴൊക്കെ എനിക്ക് ഒരു ജീവിതത്തിൽ മാറണം, നല്ലൊരു ജോലിയിലേക്ക് വരണം എന്നൊക്കെ. അന്ന് യൂട്യൂബിലൊന്നും അങ്ങനെ ഇടാനൊന്നും സമയമില്ല, ഞാൻ ഇടാറുമില്ല. വല്ല മാസത്തിലോ വല്ല ഒരെണ്ണം ഇടും, വല്ല ആഴ്ചയിലോ ഒരെണ്ണം ഇടും. എൻ്റെ പഴയ ഏറ്റവും യൂട്യൂബിലെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അപ്പം അങ്ങനെ സമയമില്ല ഒന്നിനും. അങ്ങനെ ഞാൻ ഒരുപാട്, എന്നെപ്പോലെയാണ് ഞാൻ മറ്റുള്ളവരെ കാണുന്നത് തന്നെ. അപ്പോൾ പലരും എന്നോട് കടകളിൽ നിൽക്കുന്നവർ പറയാറുണ്ട്, എന്നെങ്കിലും മാറി പുതിയൊരു ജോലിയിലേക്ക് മാറണം. വയ്യെന്നല്ല, മാനസികമായിട്ട് അങ്ങ് മടുക്കുകയാണ്. വരുമാനം ഒരു പരിധി കൂടുതൽ കൂടത്തില്ല. ലോൺസ് അല്ലെങ്കിൽ ചെലവുകളാണ് കൂടുന്നു. ഇനി പുതിയൊരു ജോലി കിട്ടിയാൽ തന്നെ നല്ലൊരു ജോലി ആയിരിക്കണം, അല്ലെങ്കിൽ പുതിയൊരു തൊഴിൽ സ്വന്തമായിട്ട് ചെയ്യാൻ. പക്ഷെ അതുകൊണ്ടൊക്കെ ഒന്ന് രക്ഷപ്പെടണം, ഇങ്ങനെ പറയാറുണ്ട്. അപ്പം ഞാൻ അവർക്കെല്ലാം വേണ്ടിയാണ് ഈ കാര്യം പറഞ്ഞു തരുന്നത്. അവർക്കെല്ലാം വേണ്ടിയാണ് ഈ കാര്യം പറഞ്ഞു തരുന്നത്. മെച്ചമായ ഒരു ജീവിത സാഹചര്യം ഉണ്ടാകാൻ, പുതിയ ജോലി അല്ലെങ്കിൽ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാൻ, ഒരു വഴി, ഒരു ജീവിതത്തിൽ പുതിയൊരു മാർഗം, നല്ല മെച്ചമായ ഒരവസ്ഥ, നല്ല സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടി എല്ലാമാണ് ഞാൻ ഈ നാഗർക്ക് ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത്. ഞാൻ കമ്പ്യൂട്ടർ കടയിൽ നിൽക്കുമ്പം ഒരു പ്രാവശ്യം എന്നോട് എൻ്റെ മുതലാളി പറഞ്ഞു, കച്ചവടമൊന്നുമില്ല, കാരണം വലിയ ബുദ്ധിമുട്ടായിരുന്നു. അവസാനം വന്നപ്പോഴത്തേന് ശമ്പളമൊക്കെ ആണെങ്കിലും പകുത്താണ് തരുന്നത്. കാരണം ഈ കച്ചവടം ഇല്ല, ആള് കുറവാണ്. അങ്ങനെയൊക്കെ ആയിരുന്നപ്പം മുതലാളി പറഞ്ഞു നിർത്താൻ പോവാണ്. അപ്പോഴത്തേന് പെട്ടെന്ന് അത് പറഞ്ഞപ്പം എനിക്ക് എങ്ങുമില്ലാത്തൊരു ഒരു 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 ബുദ്ധിമുട്ട് പോലെ. കാരണം എനിക്ക് കക്കുസപ്പാൻ മുട്ടുന്നോ, മൂത്രം ഒഴിക്കാൻ മുട്ടുന്നോ, എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഉടനെ അപ്പുറത്തെ ഒരു ഷോപ്പിൽ ചെന്ന് അവിടുത്തെ ബാത്റൂമിൽ കയറിച്ച് ടോയ്ലറ്റിൽ കയറിച്ചാലും വെറുതെ ഇരുന്നു. കാരണം ടെൻഷൻ കൊണ്ട്. കാരണം ടെൻഷൻ അടിച്ചു പോകും. ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാകത്തില്ല, കടകളിൽ നിൽക്കുന്നവർക്കറിയാം. കാരണം അയൽക്കൂട്ടത്തിൽ ലോൺ അടയ്ക്കണം, സമയത്ത് ലോൺ അടിച്ചില്ല പെണ്ണുങ്ങളെല്ലാം കൂടെ വീട്ടിൽ കയറി എന്നെ ഇടിക്കും. ഇതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പം കാര്യങ്ങൾ പെട്ടെന്ന് ഒരു ജോലിയിൽ നിന്ന് മാറുക, പുതിയൊരു ജോലി പെട്ടെന്ന് കിട്ടണം, വലിയ ബുദ്ധിമുട്ട്. അപ്പോഴേ ഞാൻ അനുഭവിച്ച വിഷമം എനിക്കറിയാം. അതുകൊണ്ട് ആണ് എനിക്ക് ഈ ആളുകളുടെ ആ വിഷമം അറിയാം. പലരും വിഷമങ്ങൾ പറയുമ്പം ഇപ്പോഴും എന്നോട് ഒരാൾ വഴി വെച്ച് പറഞ്ഞു, വയ്യടു മടുത്തു, വേറെ എന്തെങ്കിലും ഒരു ജോലി നോക്കണം, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം എന്നൊക്കെ. കാരണം അതുകൊണ്ടൊക്കെയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യും. നാഗർക്ക് എന്ന് പറഞ്ഞാൽ നാഗരാജാവിന്. നിങ്ങൾ ഒന്നുകിൽ ഇത് നാഗക്ഷേത്രത്തിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഇത് അവർ എല്ലാ ക്ഷേത്രത്തിലും, നമ്മളിവിടെ ക്ഷേത്രത്തിലൊക്കെ ചെയ്യാറുണ്ട്. അനുവദിക്കുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം.
ഒന്നാമത്തെ കാര്യം, രണ്ട് കാര്യമുണ്ട് കേട്ടോ. രണ്ടാമത്തെ ശത്രുദോഷത്തിനുള്ള ഒന്നാമത്തെ കാര്യം, ഒരു നെയ്വിളക്ക്. ഒരു നെയ്വിളക്ക് ഒന്നുകിൽ ഒരു ചെറിയ മൺചിരാതിനകത്ത് നെയ്യ് ഒഴിച്ച് കത്തിച്ചു വെക്കുക. അല്ലെങ്കിൽ ഒരു ചെറിയ ക്ഷേത്രത്തിൽ കിട്ടുന്ന നെയ്വിളക്കുണ്ടല്ലോ, നാഗക്ഷേത്രത്തിലാണെങ്കിൽ ഒരു നെയ്വിളക്ക് സമർപ്പിക്കുക. ഇനി ഇത് അടുത്തുള്ള ക്ഷേത്രത്തിലാണെങ്കിൽ നാഗരുടെ നടയുണ്ട്, ആ പടിക്കെട്ടിന് വെളിയിലായിട്ട് മൺചിരാതിനകത്തോ നെയ്യ് ഒഴിച്ച് കത്തിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ചിട്ടി അടിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് എല്ലാവർക്കും ചിട്ടി അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കൊന്നും ചിലർക്ക് ചിലപ്പം ആ ഭാഗ്യമുണ്ട്, ചിലപ്പം കിട്ടാം, ലോൺ കിട്ടാൻ, തടസ്സങ്ങൾ മാറാൻ. ഇത് നിങ്ങൾക്കല്ലെങ്കിൽ നാഗക്ഷേത്രത്തിൽ പോവുക, മണ്ണാറശാല അതുപോലെ ക്ഷേത്രങ്ങളുണ്ടല്ലോ, വെട്ടിക്കോട്, നിങ്ങൾക്ക് പറ്റുന്ന അല്ലെ ആമേട, ഇങ്ങനെ പറ്റുന്ന ക്ഷേത്രങ്ങളിൽ പോവുക. ക്ഷേത്രങ്ങളിൽ പോയി അവിടെ നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഞായറാഴ്ചകൾ ചെയ്യണം ഇത്, അതാണ് അതിൻ്റെ രഹസ്യം. ഞായറാഴ്ചകൾ. അപ്പോൾ ഈ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സുകൊണ്ട് അങ്ങ് കരഞ്ഞു പ്രാർത്ഥിക്കണം, സറണ്ടർ ചെയ്യണം. ആ വിളിയില്ല കാര്യം. നാഗരാജാവിനെ വിളിച്ച് നിങ്ങളുടെ ആവശ്യം പറയുക, എന്നിട്ട് നെയ്വിളക്ക് തെളിയിച്ചു അവിടെ വയ്ക്കുക. ഇത് അച്ചട്ടാണ് കേട്ടോ. നിങ്ങൾ എവിടെ ചെയ്യോ എങ്ങനെ ചെയ്യോ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. അച്ചട്ടായി കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇത് പറയാം. പിന്നെ ഞാനിനി ശത്രുദോഷത്തിനുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അത് ഇത് പറഞ്ഞിട്ട് പറയാം. അതായത് ഇനി ശത്രുദോഷത്തിനെ കൂടെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്നാ ശത്രുദോഷത്തിന് നാഗക്ഷേത്രത്തിൽ ഉണ്ണിയപ്പ നിവേദ്യം ഇതുപോലെ തന്നെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് അതിൻ്റെ രസീത് നടക്കി വെക്കുക. ഉണ്ണിയപ്പ നിവേദ്യത്തിൽ എന്താണ്, ഏത് വഴിപാടിനാണെങ്കിലും നിങ്ങൾ രസീത് എടുത്ത് ഞാൻ രസീത് ഒന്ന് നടക്കി എന്ന് പ്രാർത്ഥിക്കണം. അപ്പോഴേ അത് പൂർണ്ണമാകത്തുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ ചില സർപ്പക്ഷത്തിൽ ചെല്ലുമ്പോൾ അവർ പറയാം ഞങ്ങളങ്ങ് കൊടുത്തോളാം എന്ന് പറയണം. അപ്പം രസീത് ഒന്ന് തരുക, ഞാൻ പ്രാർത്ഥിച്ചിട്ട് അങ്ങ് തരാം, അങ്ങനെ നടക്കി തരാം, എന്നാലേ സമർപ്പണം പൂർണ്ണമാകത്തുള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് അവരവിടെ രസീത് കൊടുക്കുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ പ്രാർത്ഥനയും കൂടെ അതിൻ്റെ കൂടെ നടയിൽ നിന്ന് ചെയ്തു കഴിയുമ്പോഴത് നമ്മുടെ വിളി അവിടെ ചെല്ലത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പം പിന്നെ ചിലടത്ത് ഇപ്പം നമ്മൾ ആ രസീത് എടുക്കുമ്പോഴേ അല്ലെ അവിടെ നിന്ന് അങ്ങ് പ്രാർത്ഥിച്ചേക്കണം. അവിടെ നിന്ന് നിങ്ങളങ്ങ് പ്രാർത്ഥിച്ചേ, രസീത് എഴുതുന്നിടത്ത് നിന്ന് അങ്ങ് പ്രാർത്ഥിച്ചേക്കണം. അപ്പോൾ ആ ഫലം അങ്ങ് എന്നോളും. അല്ലെങ്കിൽ രസീത് മേടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് നാഗരുടെ നടക്ക് നേരെ നിന്ന് ഉണ്ണിയപ്പത്തിൻ്റെ രസീത് പിടിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. എങ്ങനെ ഈ രീതിയിലൊക്കെ ചെയ്യുമ്പോഴാണ് ഫലം പെട്ടെന്ന് ഉണ്ടാകുന്നതായിട്ട് കണ്ടിരിക്കുന്നത്. ഇത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ശത്രു നിലം തൊടത്തില്ല എന്ന് വെച്ചാൽ ശത്രുദോഷം നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അല്ലാതെ അദൃശ്യമായ പ്രപഞ്ചത്തിൽ ഒരുപാട് ശക്തികളുണ്ട് കേട്ടോ. അത് സത്യമാണ്. ഇതിനോടൊക്കെയാണ് നമ്മൾ പോരാടുന്നത്. അപ്പൊ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളെ ഇല്ലാതെ നമുക്ക് തിരിച്ചുവിടാൻ, അതിൻ്റെ നിഷ്പ്രഭമാക്കാൻ വേണ്ടി ഈ ഉണ്ണിയപ്പ നിവേദ്യത്തിനും നെയ്വിളക്കിനും പറ്റും. ഈ രണ്ട് കാര്യത്തിനും പറ്റും. ഈ രണ്ടും ചെയ്യുക. അപ്പൊ ഈ നെയ്വിളക്കിന്റെ ഉണ്ണിയപ്പ നിവേദ്യവും ഈ രണ്ട് കാര്യങ്ങളാണ് നാഗർക്ക് ചെയ്യേണ്ടത്. ഒരു നെയ്വിളക്ക് തെളിയിച്ചിട്ട് വേണം ഉണ്ണിയപ്പ നിവേദ്യത്തിന് ചെയ്യാൻ. അപ്പൊ ഇത് രണ്ടും നെയ്വിളക്ക് സമർപ്പിച്ചിട്ട് ഉണ്ണിയപ്പ നിവേദ്യം ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യണം. അല്ലാതെ നമ്മൾ ചെയ്തു എന്ന് പറയുന്ന കാര്യമില്ല. ഒന്നുകിൽ രസീത് ഉണ്ണിയപ്പ നിവേദ്യത്തിന്റെ രസീത് എഴുതുന്നിടത്ത് നിന്ന് തന്നെ നാഗരെ പ്രാർത്ഥിക്കണം, നാഗരാജാവിനെ. അല്ലെങ്കിൽ ആ രസീത് നമ്മൾ കയ്യിൽ പിടിച്ച് നാഗരുടെ നടയ്ക്ക് മുമ്പ് നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ കൗണ്ടറിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കുക, അല്ല നമ്മുടെ വെക്കുക കേട്ടോ. അത് ചെയ്തോണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോഴത് നല്ലൊരു ഫലം കിട്ടും. അപ്പം ഇത് നിങ്ങൾ ചെയ്യുക. ഞായറാഴ്ച ചെയ്യണം, രാവിലെ ചെയ്യണം, വൈകിട്ട് ചെയ്യരുത് കേട്ടോ. അതുകൂടെ ശ്രദ്ധിക്കുക. ഒരാള് വർഷങ്ങൾക്ക് മുമ്പ് അയാൾ ജോലിയെല്ലാം തകർന്ന് തരിപ്പണമായിട്ട്, ഏഴര ശനി എന്ന് പറഞ്ഞാൽ ശരിക്കും ഏഴര ശനി പിടിച്ചു കഴിഞ്ഞാൽ ഉള്ള ജോലി പോകാൻ സാധ്യത കൂടുതലാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? മനസ്സിനെ കാർന്ന് തിന്നുന്ന പോലുള്ള പ്രശ്നങ്ങളായിരിക്കും. വീട്ടിലെപ്പോഴും കലഹമായിരിക്കും. വാഹനം വഴി അപകടം ഉണ്ടാകാൻ ശ്രദ്ധിക്കണം. ആ സമയത്ത് നമുക്ക് അശ്രദ്ധ ഉണ്ടാകുന്നതുകൊണ്ടാണ്. ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, എങ്കിൽ അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. സാമ്പത്തികം വഴിമുട്ടും. എനിക്കറിയാം വലിയ സാമ്പത്തികം ഉള്ളവര്, ഒരിക്കലും സാമ്പത്തികം ഇല്ലാതാകുമെന്ന് വിചാരിക്കാൻ പറ്റാത്തവര്, അതുപോലെ നല്ല ജോലി, വലിയ സാമ്പത്തികം ഉള്ളവര്, 7:30 ശനി സമയത്ത് പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാതെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോഴേ അവരൊക്കെ ചെയ്ത ഒരു കാര്യമാണ് ഞായറാഴ്ച നാഗർക്ക് നെയ്വിളക്ക്. ഞായറാഴ്ച നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വഴിയിലോട്ട് ഇറങ്ങുമ്പം അവർക്ക് പുതിയ വർക്ക് കിട്ടി. ഇന്നും ആ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഇടയ്ക്ക് വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അച്ചട്ടാണ്. നമ്മളുടെ എന്ത് തൊഴിൽ ബ്ലോക്ക് ആണേലും എന്ത് തടസ്സമാണേലും നാഗരാജാവിന് ആ നിമിഷം അത് മാറ്റാനുള്ള ശക്തിയുണ്ട്. അതിവിടുന്ന് നാഗരാജാവിന് അത് മാറ്റാനുള്ള ശക്തി കിട്ടുന്നത്.
നാഗരാജാവിന് അത് ശിവന്റെ ശക്തിയാണ്. നാഗരാജാവ് ശിവനോട് ഒരു കാര്യം അപേക്ഷിച്ചാൽ അത് നടന്നിരിക്കും. അതിൻ്റെ അത് അപ്പീലൊന്നുമില്ല. അത് നടന്നിരിക്കും. അതിൻ്റെ അകത്ത് യാതൊരു അപ്പീലുമില്ല. അതാണ് അതിൻ്റെ രഹസ്യം കേട്ടോ. അതാണ് നാഗരാജാവിൻ്റെ രഹസ്യം. ശിവനോട് നാഗരാജാവ് അപേക്ഷിച്ചാൽ ആ കാര്യം ഭഗവാൻ നടത്തി കൊടുത്തിരിക്കും. അതിൻ്റെ അത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ കാര്യം നടന്നു കിട്ടുന്നത്. അതാണ് അതിൻ്റെ ശക്തി. അത് ഇനിയിപ്പോൾ ലോൺ കിട്ടാനുണ്ട്, അത് തടസ്സപ്പെട്ട് നിൽക്കുന്നു. ഒരു പ്രൊമോഷൻ തടസ്സപ്പെട്ട് നിൽക്കുന്നു. ചില പേപ്പറുകൾ സർക്കാർ തലത്തിൽ ചിലപ്പം ചില ടേബിളിൽ ചെല്ലുമ്പോൾ അത് അവിടെ നിന്ന് ഇരിക്കും, പിന്നെ ചലിക്കത്തില്ല. ചലിപ്പിക്കാം. കേസ്, അതുപോലെ വിജയങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് സത്യസന്ധമായിട്ട് നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് നമുക്ക് അനുകൂലമാകാൻ, അതുപോലെ തന്നെ ഇതുപോലെ ചിട്ടി അതുപോലെ കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ അത് നമ്മുടെ എല്ലാവർക്കും അങ്ങനെ ചിട്ടി അടിക്കണം നിർബന്ധമില്ലെങ്കിലും നാഗരോട് പ്രാർത്ഥിക്കാം. ഏത് കാര്യത്തിലും എന്ത് തടസ്സപ്പെട്ട് നിൽക്കുന്ന കാര്യം പെട്ടെന്ന് തടസ്സം മാറും. തൊഴിലില്ലെങ്കിൽ തൊഴിൽ കിട്ടും. ഒരു വിദേശവാസത്തിന് പോകണം, തടസ്സപ്പെട്ട് നിൽക്കുക, അത് നടക്കാൻ വേണ്ടി ചെയ്യാം. അതുപോലെ തന്നെ നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി ചെയ്യാം. ജോലി ഉയർച്ച കിട്ടാൻ വേണ്ടി ചെയ്യാം. തൊഴിലിടത്ത് പ്രശ്നമുണ്ട്, നമ്മളെ ഇവരൊക്കെ തോണ്ടുന്നുണ്ട്, ചൊറിയുന്നുണ്ട്, നമ്മളെ എപ്പോഴും മറ്റുള്ളവരുടെ ശല്യം തൊഴിലിടത്ത് എല്ലാം പരിധി വരും. നാഗർക്ക് ഇത് ചെയ്താൽ ചലിക്കത്തില്ല. നമ്മുടെ പരിധി വരും. നമുക്കെതിരെ ആരും ഒന്നും എന്ത് ചെയ്താലും നിഷ്ഫലമാകും എന്നുള്ളതാണ്. അപ്പം ഇത് നിങ്ങൾ ഞായറാഴ്ച ചെയ്യണം. ഞായറാഴ്ച രാവിലെ ചെയ്യണം, വൈകിട്ട് ചെയ്യരുത്. അതാണ് അതിൻ്റെ രഹസ്യം. ഒരു ഞായറാഴ്ച ചെയ്തെന്ന് കരുതിയ മാറ്റം ഉണ്ടാകണമെന്നില്ല. ഞായറാഴ്ചകൾ പറ്റുന്ന പോലെ ആവർത്തിക്കണം. ഒരു ഞായറാഴ്ച ചെയ്തവർക്ക് പോലും മാറ്റം ഉണ്ടായിട്ടുമുണ്ട്. അതാണ് സത്യം. അത് നിങ്ങളുടെ നാഗരാജാവിനുള്ള പ്രാർത്ഥന പോലെ ഇരിക്കും. മനസ്സിലായില്ലേ? ഫലം പെട്ടെന്ന് വരുന്നതും താമസിച്ച് വരുന്നതും വരാതിരിക്കുന്നതല്ല, നിങ്ങളുടെ ആ ആത്മാർത്ഥമായിട്ടുള്ള വിളി പോലെ ഇരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞായറാഴ്ചകളിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. അച്ചൊട്ടായിട്ടുള്ള കാര്യമാണ്. ഇനി നാഗരാജാവിന് നിങ്ങൾ ഇങ്ങനെ നെയ്വിളക്ക് വെച്ച് നിങ്ങളുടെ ഒരു കാര്യം നടന്നെന്ന് വിചാരിക്കുക. നെയ്വിളക്ക് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ കിട്ടുന്ന 10-15 രൂപയുടെ നെയ്വിളക്കാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, നിങ്ങൾ ഓട്ടുവിളക്ക് മേടിച്ചല്ല ചെയ്യേണ്ടത് കേട്ടോ. ക്ഷേത്രത്തിൽ കിട്ടുന്ന 10-15 രൂപയുടെ നെയ്വിളക്ക് അതാണ് ഉദ്ദേശിക്കണം. അല്ലെങ്കിൽ മൺചിരാതിനകത്ത് നെയ്യ് ഒഴിച്ച് കത്തിച്ചു വെക്കുക. അപ്പം ഇത് നിങ്ങളുടെ കാര്യം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വേറെ ആരോടും പറയരുത്. ഈ വിദ്യ ആർക്കും പറഞ്ഞു കൊടുക്കരുത്. നിങ്ങൾ ചെയ്യുക. മനസ്സിലായല്ലോ? ഇതൊക്കെ രഹസ്യ വിദ്യകളാണ്. ഇനിയും സ്വർണം പണയം വെച്ചിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്ന ഇതാണ്, സ്വർണം പണയം വെച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ്. അങ്ങനെ ഞാനീ പറഞ്ഞു കൊടുത്ത ഒരു മന്ത്രം ജപിച്ച് സ്വർണം തിരിച്ചെടുത്ത് അവരുടെ കുട്ടിയുടെ വിവാഹം നടത്തിയ അനുഭവം ഉണ്ട്. ആ ഒരു മന്ത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഈ മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടെ എഴുതിയിട്ടേക്കാം. ഹരി ഓം ഐം ക്ലീം സൗം ഹ്രീം ശ്രീം സ്വർണലക്ഷ്മിയെ നമ ക്രം ക്രീം. ഒന്നുകൂടെ ജപിക്കാം. ഹരി ഓം ഐം ക്ലീം സൗം സ്വർണലക്ഷ്മിയെ നമ ക്രം. ഹരി ഓം ഐം ക്ലീം സൗം ചന്ദ്രലക്ഷ്മിയെ നമ. ഒന്നുകൂടെ ആ മന്ത്രം ഞാൻ പറയാം. ഹരി ഓം ഐം ക്ലീം സൗം ചന്ദ്രലക്ഷ്മിയെ നമ ക്രം ക്രീം സ്വർണലക്ഷ്മിയെ നമ വങ് ഷങ് ടങ് റിങ് വീരലക്ഷ്മിയെ നമ ഓം ഹങ് സൗഭാഗ്യലക്ഷ്മിയെ നമ നൗ മൗ നടുവിഴത്തിലാകിയ സൂര്യലക്ഷ്മിയെ നമ ദൈവവശ്യം ഭൂതവശ്യം ലോകവശ്യം രാജവശ്യം ജനവശ്യം പുരുഷവശ്യം പുത്രസമ്പദ് വശ്യം നാഗലോകത്തുണ്ടായ എല്ലാ സർവ്വവിധ പ്രാണികളും മുൻവശമാനാപ്പോൾ എൻവശമാക വശ്യവശ്യസ്വാഹ. ഇത് ഞാൻ ജപിച്ചതിൽ ചിലപ്പം തെറ്റുകൾ ഉണ്ടാകാം കേട്ടോ. ഞാൻ ഏതായാലും വീഡിയോയുടെ താഴെ എഴുതിയിടാം. അത് നോക്കിയാൽ നിങ്ങൾ ജപിക്കാവുള്ളൂ കേട്ടോ. അത് നോക്കിയാൽ നിങ്ങൾ ജപിക്കാവുള്ളൂ. വീഡിയോയുടെ താഴെ ഞാൻ എഴുതിയിടാം. ചിലപ്പോൾ ഈ പറയുന്നതിൽ ചിലപ്പോൾ തെറ്റുകുറ്റങ്ങൾ വരാം കേട്ടോ. ഈ മന്ത്രം ദിവസവും രാവിലെ മാത്രം ജപിക്കാവുള്ളൂ. രാവിലെ മാത്രം നിങ്ങൾ ഈ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. ഒരു മിനിറ്റ് ജപിക്കുക. നിത്യവും ജപിക്കുക. എന്നും ജപിക്കുക. പിന്നെ ദിവസവും ജപിക്കുക. അതിനൊന്നും കുഴപ്പമില്ല. മനഃശുദ്ധിയോടുകൂടി ജപിച്ചാൽ മതി. പിന്നെ സ്ത്രീകളാണ് അശുദ്ധി ഉള്ളപ്പോൾ ജപിക്കരുത്. അത് കഴിഞ്ഞാൽ ജപിക്കാവുള്ളൂ. സ്വർണങ്ങൾ തിരിച്ചെടുക്കാനും സാമ്പത്തികം ഉണ്ടാകാൻ നല്ല സ്വർണ്ണപ്പണയം തിരിച്ചെടുത്ത് അങ്ങനെ എടുത്തവരുണ്ട്. ഞാൻ ഈ പറഞ്ഞ വിദ്യ ചെയ്ത്, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്കത് ഉപകരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം ഇത് ഞാൻ വീഡിയോയുടെ താഴെ മന്ത്രം എഴുതിയിടാം കേട്ടോ. അത്ഭുതകരമായ രാവിലെ മാത്രമേ ജപിക്കാവുള്ളൂ, വൈകിട്ട് ജപിക്കരുത് കേട്ടോ. ഈ മന്ത്രത്തിന് അങ്ങനെ രാവിലെ 1 മിനിറ്റ് ജപിക്കുക. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജപിക്കാം. കിഴക്കോട്ട് തിരിഞ്ഞു വന്നോ പടിഞ്ഞാട്ട് തിരിഞ്ഞു വന്നോ എങ്ങനെ വേണമെങ്കിലും ജപിക്കുക. വിശ്വാസത്തോടുകൂടി ജപിക്കണം. നിങ്ങൾ വിളക്കിൻ്റെ മുന്നേ നിന്നോ നിങ്ങൾക്ക് മുറിയിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും ജപിക്കുക. വാ കൊണ്ട് ജപിക്കുക കേട്ടോ. നല്ലതാണ്. ഇനി വാ കൊണ്ട് ജപിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് മനസ്സിലും ജപിക്കുക. അതിനൊന്നും കുഴപ്പമില്ല. 1 മിനിറ്റെങ്കിലും ജപിക്കുക. നല്ലതാണ്. അത്ഭുതകരമായ മന്ത്രമാണ്. സ്വർണം പണയം തിരിച്ചെടുത്തവരുണ്ട്. അതിനൊരു വഴികൾ തെളിഞ്ഞു വരുമെന്നുള്ളതാണ്. ഇപ്പം എല്ലാവർക്കും
ഇപ്പം ചിലർക്ക് മക്കളെയൊക്കെ കെട്ടിക്കാനായിരിക്കും, ചിലർക്ക് ചിലപ്പം ഒരു സ്ഥലം മേടിക്കാനായിരിക്കും. അതൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ച് പറയുന്ന കേട്ടോ. ഒരാൾക്ക് ഒരു ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ, ആർക്കെങ്കിലും ഒക്കെ പ്രയോജനങ്ങൾ ഉണ്ടാകട്ടെ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ഇങ്ങനെ ഒരു ശരീരം ഉണ്ടെങ്കിൽ, ചുമ്മാ അത് വെറുതെ കളഞ്ഞിട്ട് കാര്യമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്ന കുറെ കാര്യങ്ങൾ പറയുക, അവരത് ചെയ്യുക, അങ്ങനെ പലരുടെ ജീവിതം രക്ഷപ്പെടുക. അല്ല ഞാൻ കുറച്ചാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചിരിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. നമ്മൾ ഈശ്വരൻ തന്ന ഈ ശരീരം, ഞാൻ ഈ ഭൂമി ജീവിക്കുന്നിടത്തോളം കാലം എനിക്ക് പറ്റുന്ന നല്ല കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. അവരത് ചെയ്ത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ചെയ്യുന്നവർക്ക് ഉണ്ടാകുകയും ചെയ്യും. അപ്പം അത് എനിക്ക് ഈശ്വരനോട് എൻ്റെ പ്രാർത്ഥനയാണ്, ഒരു സമർപ്പണമാണ്. അല്ലാതെ കുറച്ചാൾ ഈ ഭൂമിയിൽ എനിക്ക് ഈ ശരീരം തന്ന ഈശ്വരനോട്, എനിക്ക് നിമിഷം തന്ന ഈശ്വരനോട്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ആ ശക്തി തന്ന ഈശ്വരനോട്, എനിക്ക് സംസാരിക്കാനുള്ള ജ്ഞാനം തന്ന ഈശ്വരനോട്, ആ ഈശ്വരനോട് നന്ദി എല്ലാത്തിനും. അല്ലാതെ ചുമ്മാ കുറേ നാൾ എനിക്ക് വേണ്ടി മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല ഞാൻ. നമ്മൾ ജീവിക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഒരു ഗുണം ഉണ്ടാകണം. ഇന്നും എൻ്റെ വീഡിയോ കാണാൻ 8 മണിയാകുമ്പോൾ നോക്കിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊരു പ്രതീക്ഷയാണ് ജീവിതത്തിലേക്കുള്ള. അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാം നല്ല കാര്യങ്ങളാണ് പറയുന്നത്, ഈശ്വരനെ കുറിച്ചാണ് പറയുന്നത്, നന്മയുള്ള കാര്യങ്ങളാണ് പറയുന്നത്, സത്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സന്തോഷമാണ്. അതാണ് എനിക്ക് ഈശ്വരനോടുള്ള എൻ്റെ പ്രാർത്ഥന. അല്ലാതെ എനിക്ക് അത് തരണം ഇത് തരണം എന്നൊന്നും ഞാൻ പറയാറില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന അത്രയും നാള് ഈ ശരീരം എനിക്ക് തന്ന ഈശ്വരന് അതെല്ലാവർക്കും നല്ല കാര്യത്തിന് വേണ്ടി പറഞ്ഞു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അല്ല ഞാൻ ഇന്നേ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചുമ്മാ ഈ ആളുകളെ പറ്റിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. അത് പറയാനും പറ്റത്തില്ല എനിക്ക്. കാരണം ഞാൻ ആ സത്യമായ ഈശ്വരനെ വിശ്വസിക്കുന്നതാണ്. ഒരു വീഡിയോ ചെയ്തു കഴിയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. ഈശ്വര ഞാനൊരു നല്ല കാര്യമാണ് പറഞ്ഞു കൊടുത്ത്, അത് ആളുകൾക്ക് പ്രയോജനം ചെയ്യുമല്ലോ എന്ന്. അല്ല ചുമ്മാ ഈ ഈ ഈ പൊട്ടത്തരങ്ങളും പറ്റിക്കുന്ന കാര്യങ്ങളും പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് ആളുകൾക്ക് മനസ്സിലായി, ചിലർക്ക് മനസ്സിലാകത്തുമില്ല എത്ര കേട്ടാലും. പക്ഷെ എന്നാലും അത് നമ്മളോട് ചെയ്യുന്ന ഒരു തെറ്റാണ്. നമ്മളോട് സത്യസന്ധനായാലേ ഈശ്വരൻ നമ്മളോട് പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നേ വരെ എൻ്റെ വീഡിയോയിൽ നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ, ഒരാൾക്ക് ഗുണം വരുന്ന കാര്യങ്ങളെ പറയത്തുള്ളൂ, ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളെ പറയത്തുള്ളൂ. അത് ഹൃദയത്തിൽ നിന്ന് പറയുന്ന, അത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് വേറെ ആരും ഒരിടത്തും പറയത്തില്ലെന്ന് പറയുന്നതിൻ്റെ കാര്യം. കാരണം ഇത് അതുപോലെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു തരാണ്. അല്ലെങ്കിൽ എനിക്ക് ഈ സ്വർണ്ണലക്ഷ്മി മന്ത്രം ഒന്ന് നിങ്ങളോട് ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ല, എഴുതിയിടേണ്ട കാര്യമില്ല. ഉണ്ടോ? അതിനകത്ത് വേറെ എന്തെല്ലാം ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് ആളുകൾ കണ്ടെന്നിരിക്കും. നല്ല കാര്യങ്ങളാണ് മനുഷ്യരെ കുറച്ച് കാണുന്നത്, പറഞ്ഞാൽ മനസ്സിലായോ? പക്ഷെ അല്ല, ഞാൻ ഈ നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. അത് ആര് കണ്ടാലും കൊള്ളാം, കണ്ടില്ലെങ്കിലും കൊള്ളാം. ഞാൻ സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം ഇവിടെ ഇരുന്ന് മരിച്ചു പോയാലും എനിക്ക് വിഷമമില്ല. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയ്ക്ക് മരിച്ചാലും എനിക്ക് വിഷമമില്ല. കാരണം ഞാൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ മരിക്കും. ഈ സമയത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയ്ക്ക് മരിച്ചു പോയാലും. കാരണം ഞാൻ ഈശ്വര ഇന്നേ വരെ പറഞ്ഞിട്ടുള്ളതെല്ലാം നല്ല കാര്യങ്ങളാണ്, സത്യസന്ധമായ കാര്യങ്ങളാണ്. അല്ലാതെ ആളുകളെ ബീസ് കൂട്ടുന്നതിന് പൊട്ടത്തരങ്ങളോ ആളുകളെ പറ്റിക്കുന്ന കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല, ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഹൃദയത്തിൽ നിന്ന് ഒരുത്തൻ കണ്ടാലും അവൻ്റെ ജീവിതത്തിൽ ഒരു ഗുണം ഉണ്ടാകണം, ഈശ്വരനെ അറിയണം, അവൻ്റെ വീട് രക്ഷപ്പെടണം, അവൻ്റെ കുടുംബം രക്ഷപ്പെടണം, അല്ല വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയും. അങ്ങനെ അതാ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, എനിക്കത് ഉറച്ച ബോധ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ നിമിഷം മരിച്ചു പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. ഞാൻ ജീവിച്ചിരുന്ന ഈ നിമിഷം വരെ ഞാൻ നന്മയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആ സന്തോഷം എന്ന് പറഞ്ഞാൽ ആഹാരം കഴിച്ചാൽ കിട്ടത്തില്ല, ഒരാൾ പുകഴ്ത്തിയാൽ കിട്ടത്തില്ല. അത് ഹൃദയത്തിൽ നിന്ന് വന്ന സന്തോഷമാണ്. അത് ശിവബോധമാണ്. അപ്പോഴേ നിങ്ങൾക്കെല്ലാം ഇത് പ്രയോജനപ്പെട്ട് എനിക്ക് ഒരു 100 രൂപ ലോട്ടറി അടിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 100 രൂപ എന്നോ. പക്ഷെ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം എന്താണെന്നറിയോ, 10-300 ലോട്ടറി എടുക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനപ്പോൾ. അയാൾ അസുഖക്കാരനാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളവരോടെ ലോട്ടറി എടുക്കത്തുള്ളൂ. ഒരു വയ്യാത്ത ഒരാളെ, ഒന്നും വൈകല്യമുള്ള, അല്ലെ അസുഖമുള്ള, അല്ലെ ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിട്ട് അരി മേടിക്കാൻ നടക്കുന്നവർ, അല്ലെ ചില അമ്മമാർ, ഞാൻ അടിക്കട്ടെ, ഇല്ലേ വേണ്ട, അങ്ങനെ ചിന്തയില്ലല്ലോ. അവർക്കൊരു സഹായമാകട്ടെ. ഇങ്ങനെ പലര് ചെയ്യുമ്പോൾ അവർക്ക് അരി മേടിക്കാൻ പറ്റുമല്ലോ, ആ ചിന്താഗതി എടുക്കുന്നതാണ്. അപ്പം 10-300 ലോട്ടറി ഉള്ള ഒരാളോട് ഒരു ലോട്ടറി എടുത്തു, അതിൽ നിന്ന് ഒരെണ്ണം അടിച്ച് 100 രൂപയുടെ അതെനിക്ക് അടിച്ച്. ഞാൻ പറഞ്ഞു വലിയ സന്തോഷം. പുള്ളിയോട് തന്നെ 2 ലോട്ടറി എടുത്തു, അത്രയേ ഉള്ളൂ. കൊച്ചു സന്തോഷങ്ങൾ ആഘോഷിക്കുക, വലിയ സന്തോഷങ്ങൾ വന്നോളും. അതിന് ഈശ്വരനോട് നന്ദി പറയുക. അപ്പം നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കും. ചെറിയ സന്തോഷങ്ങളിൽ സന്തോഷിക്കാൻ തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ സന്തോഷമായിട്ടിരിക്കും. അതിന് ഈശ്വരനോട് നന്ദി പറയുമ്പോൾ വലിയ സന്തോഷങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ രഹസ്യം. അപ്പോൾ നിങ്ങളെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.
ഇടയ്ക്കും പഴയ്ക്കും ഞാനിതുപോലെ വയ്യാത്തവരോട് ചിലപ്പം കണ്ണ് കാണാൻ വയ്യാത്തവരെ അമ്പലപ്പുഴയിലൊക്കെ പോകുമ്പോൾ അവിടെ കണ്ണ് കാണാൻ വയ്യാത്ത ചില ലോട്ടറിയും കൊണ്ട് ഇരിപ്പുണ്ട്. ഞാൻ അവരോട് ചിലപ്പോൾ എടുക്കും. പിന്നെ അല്ലെങ്കിൽ നടക്കാൻ വയ്യാത്തവർ, പിന്നെ ചില അമ്മമാരുണ്ട് അവർ കുടുംബം പുലർത്താൻ നടക്കുന്ന, പിന്നെ ചില അമ്മമാരുണ്ട് വിളച്ചിലുള്ളത്, അങ്ങനെയുള്ളവരുടെ ഞാൻ എടുക്കത്തില്ല. നമ്മൾ ഒരെണ്ണം എടുത്തു കഴിയുമ്പോൾ പിന്നെ നിർബന്ധിക്കും 3-4 എടുക്കുക, അത് വിളച്ചില്ല, അത് ഇഷ്ടമല്ല. ജീവിക്കാൻ വേണ്ടി നടക്കുന്നവരുണ്ട്, അവരോട് ഞാൻ എടുക്കും. അടിക്കാതിരിക്കുമോ ഒന്നുമല്ല, ഇടയ്ക്ക് ചിലപ്പോൾ 500 അടിക്കും, 100 അടിക്കും. ഈ അടിക്കാൻ വേണ്ടി അല്ല എടുക്കുന്നത്. അങ്ങനെ അതൊരു മനസ്സിനൊരു സന്തോഷമാണ്. കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളോട് ജീവിച്ചു പോട്ടെ. നമ്മൾ ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരാളോട് ജീവിച്ചു പോട്ടെന്നേ. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഉപകാരം പൈസ ആയിട്ട് കൊടുത്താൽ ചിലപ്പം ചിലർ മേടിക്കണമെന്നില്ല. അതുമല്ല, അധ്വാനിച്ച് കിട്ടുന്ന പണമാണ് ഗുണം ചെയ്യുന്നത്. അവർ ജോലി ചെയ്ത് നമ്മൾ അവരുടെ ജോലിയെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ അധ്വാനത്തെ പ്രോത്സാഹിപ്പിക്കുക, അതിനു വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും യേശുവിനെ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം ശിവശിവ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ.